അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കസീറ. ഏറെ സ്നേഹ ബഹുമാനമുള്ള വിശുദ്ധ ഖുർആൻ TTQ ഓൺലൈൻ പഠിതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനത്തെ, ഈ ഇരുത്തത്തെ, ഈ സമയത്തൊക്കെ നാളെ ഏറ്റവും ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്ന സമയങ്ങളാക്കി എഴുതി ചേർക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, രോഗവും സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ കുടുംബത്തിനും, നമ്മുടെ മക്കൾക്കൊക്കെ പൂർണ്ണമായി മാറ്റി കശ്ഫും ഷിഫയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. നാളെ അവൻ്റെ ഏറ്റവും ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും ഇതേപോലെ സന്തോഷം, ഖുർആനികപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തു ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. ഓക്കെ, നമ്മൾക്ക് ആദ്യം തന്നെ കുറച്ച് 2 ആയത്തുകൾ പാരായണം ചെയ്ത് അതിൽ ചെറിയ ഭാഗം തഹജ്ജുദ് ചെയ്ത് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, മറുനിസ താത്ത ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാൻ പറ്റുമോ നോക്കി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീന ഇല്ലാ ഇന്നഹും ليأكلون الطعام ويمشون في الأسواق وجعلنا بعضكم لبعض فتنة أتبصرون وكان ربك بصيرا. മറുനിസ താത്ത കണ്ണ് കാണാണ്ടായി തോന്നുന്നില്ലേ? തെറ്റിപ്പോയിട്ടുണ്ടല്ലോ, തെറ്റിപ്പോയിട്ടുണ്ട്. ഫിത്നതൻ അതസ്ബിറൂൻ, അതസ്ബിറൂൻ എന്നുള്ള അതബ്സിറൂൻ നട്ടോ ആയിപ്പോയിട്ടുണ്ട്. പിന്നെ ഫിൽ അസ്വാഖ് എന്നുള്ളത് ഫിൽ അസ്വാഖ് എന്നായി പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല, കാരണം നിങ്ങളെ വയസ്സ് എത്ര എന്ന് പറഞ്ഞു തരൂ. 72 വയസ്സായിട്ടുണ്ട്. 72ാമത്തെ വയസ്സിൽ ആണ് തജ്വീദ് പഠിക്കുന്നത്. അത് ഏറെ ബഹുമാനപൂർവ്വം നിങ്ങളെ എന്താ പറയുക, അനുമോദിക്കുകയാണ്. കാരണം ഇത്രയും പ്രായമായിട്ട് പല ആൾക്കാരും കുറച്ച് പ്രായമാകുമ്പോൾ ഇനി എന്ത് പഠിക്കാനാണ് എന്നാണ് അതിൽ നിന്ന് മാറി കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലോ. അൽഹംദുലില്ലാ, അള്ളാഹു ഹൈറാക്കട്ടെ. ഇങ്ങനെ വന്നു പോകുന്ന ചെറിയ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരും ഇൻഷാ അള്ളാഹ്. أذلك خير أم جنة الخلد التي وعدت المتقون. വഇദത്തുൽ എന്നുണ്ടോ? വഇദൽ മുത്തഖൂൻ. وعد المتقون كانت لهم جزاء ومصيرا. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. ويوم يحشرهم وما يعبدون من دون الله فيقول أأنتم أضللتم عبادي هؤلاء أم هم ضلوا السبيل. ഓക്കെ, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീ.
قالوا سبحانك ما كان ينبغي لنا أن نتخذ من دونك من أولياء ولكن متعتهم وآباءهم حتى نسوا الذكر وكانوا قوما بورا. ഓക്കെ അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീ. فقد كذبوكم بما تقولون فما تستطيعون صرفا ولا نصرا ومن يظلم منكم نذيقه عذابا كبيرا. നുദീഖുഹു എന്നുണ്ടോ? നുദീഖുഹു എന്നല്ലേ? നുദീഖുഹു. അവിടെ ഹാവിനും ദമ്മില്ല, അല്ല മദ്ദില്ല. വമൻ യദ്ലിം മിൻകും നുദീഖുഹു അദാബൻ കബീറാ. ومن يظلم منكم نذقه عذابا كبيرا. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. لهم فيها ما يشاءون خالدين كان على ربك وعدا مسئولا. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. وقال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في ഫാത്തിമത്ത ഒരു മിനിറ്റ്. ഹലോ ഫാത്തിമത്ത കേൾക്കില്ലേ? ഒരു മിനിറ്റ്. അവിടെ നിങ്ങള് റബ്ബന അവിടെ ഒരു ഖാഫ് കലെ വഖഫ് ചെയ്യലാണ് ഉത്തമം. വഖഫ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ആ ഊത്ത് ശരിയല്ല. റബ്ബന ലഖദ് ഇസ്തക്ബറൂ എന്നല്ല, ലഖദ് ഇസ്തക്ബറൂ ഫീ ലഖദിസ് അവിടെ ലഖദി ഇസ് ഈ വേണ്ട, ലഖദിസ്തക്ബറൂ ഫീ എന്നാണ്. അവിടെ നിന്ന് റബ്ബന അവിടെ വെക്കി. റബ്ബനല്ല, റബ്ബനന്റെ അവിടെ വഖഫ് ചെയ്തു നമ്മള്. പിന്നെ ഓതുന്നത് ലഖദിസ്തക്ബർ. ഫാത്തിമത്താത്തിന്റെ വയസ്സ് എത്രയാണ്? ഒരു മിനിറ്റ്. ഫാത്തിമത്താത്ത എത്ര വയസ്സായി? 67. വെറുതെ 67. അതുവരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരുമ്പം ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, അവരെ പ്രായം കൂടി കണക്കിലെടുക്കണം. ഈ പ്രായത്തിലും ഇവരായാലും മാറുനിസത്തായാലും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് വരുന്നത്. അവിടെ ചിലപ്പോൾ കാഴ്ചക്കുള്ള ഒരു പ്രശ്നം ഉണ്ടാവും, അതിന് മൊബൈലിലല്ലേ നോക്കുന്നത്, അതുകൊണ്ടാണ്. എന്നാലും ശ്രദ്ധിക്കുക. ഓക്കെ, ലഖദി അവിടുന്ന് മുതൽ ഒതുക്കും. ഓക്കെ, അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീക്. يوم يرون الملائكة لا بشرى يومئذ للمجرمين ويقولون هجرا مهجورا. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. ഓക്കെ. وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. ഓക്കെ, അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീക്. ഷറായിട്ട് പാരായണം ചെയ്തിരുന്നു. أصحاب الجنة يومئذ خير مستقرا وأحسن مقيلا.
ഓക്കെ, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم تشقق السماء بالغمام ونزل الملائكة تنزيلا. ബിൽ ഗമാമി എന്ന് വെക്കാണ്ട ബിൽ ഗമാം എന്ന് വഖഫ് ചെയ്താൽ ഉഷാറായിരുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. وكذلك جعلنا لكل نبي عدوا من المجرمين فكفى بربك هاديا ونصيرا. ഓക്കെ, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. പിന്നെ എല്ലാവരും ഗംഭീരമായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉള്ളൂ, എന്നാലത് നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനാണ് പാരായണം ചെയ്യുന്നത്. പിന്നെ പ്രായമുള്ള ആളുകൾക്ക് നമ്മൾ ചെറിയ ഇളവ് കൊടുക്കുക. അള്ളാഹുവും ആ ഇളവ് അവർക്ക് നൽകട്ടെ, നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മദ് ആരിൽ ലിസുക്കൂനും മദ് ലീനും അതേപോലെ 17, 18, 19 ഹാലുകളുമാണ്. ഓക്കെ, മദ് ആരിൽ എന്താണ് എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ആദ്യം അതാ ചോദ്യം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. മദ് ആരിൽ സുക്കൂൻ ഒരു പകരമായിട്ട്, പകരക്കാരൻ, താൽക്കാലികം ഒക്കെ ആയിട്ട് ലഭിക്കുന്ന ഒരു മദ്ദിനാണ് എന്താണ് ഇവിടെ റഹീമി എന്നുള്ള മീമിന് സുക്കൂന് നൽകുന്നത് കാരണം നൽകപ്പെടുന്ന മദ്ദിനെയാണ് മദ് ആരിൽ സുക്കൂൻ എന്ന് പറയുന്നത്. ജായിസാണ്, അനുവദനീയമാണ്. 2, 4, 6 ഹർക്കാത്ത് സമയം നൽകി പാരായണം ചെയ്യൽ. അപ്പോൾ പക്ഷേ നമ്മളെപ്പോഴും അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, മദ് നൽകി പാരായണം ചെയ്യുക. അതായത് കസർ ചെയ്യേണ്ട, 2ലേക്ക് ഒതുക്കാണ്ട് 4, 6 നീട്ടി പാരായണം ചെയ്യുക. അതാണ് പാരായണത്തിന് ഏറ്റവും ഭംഗി. ഓക്കെ, പിന്നെ മദ് വഖഫിൽ ഇതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കും. മദ് ഇവൽ ഹർക്കത്താൻ ഐന്ദൽ വഖഫ് എന്ന്. അതേപോലെ ഇത് വഖഫ് ചെയ്യുമ്പോൾ മദ് ആരിൽ സുക്കൂൻ ജായിസ്. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ് മുത്തസിലായിട്ടുള്ള മദ് ആരിലായിട്ട് മാറുന്ന സമയത്ത് മദ്, അതായത് ജായിസാണ് പറയുന്നതെങ്കിലും കൂടിയിട്ട് 2 ഖദർ നമ്മൾ ഒഴിവാക്കിയിട്ട് 4, 5, 6 എന്ന്, അതായത് മദ് മുത്തസിലിനെ ആരിലാക്കി മാറ്റുമ്പോൾ കസ്ർ ചെയ്യാതിരിക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഹർഫുൽ ലീൻ എന്താണെന്ന് പഠിച്ചു. ഫത്തഹയ്ക്ക് ശേഷം സുക്കൂനുള്ള വാവ് വന്നാൽ ആ വാവ് സുക്കൂൻ എന്താണ്? ഹർഫുൽ ലീനാണ്. ഫത്തഹയ്ക്ക് ശേഷം സുക്കൂനുള്ള യാ വന്നു കഴിഞ്ഞാൽ ആ യാവും ഹർഫുൽ ലീനാണ്. അപ്പം പിന്നെ ഒരു മദ്ദുല്ലീൻ ഉണ്ട്. മദ്ദുല്ലീൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫത്ഹയാണ്, യാന് സുക്കൂന്. അപ്പോൾ അവിടെ എന്താണ്? ഹർഫുൽ ലീനാണ്. ഷീനിന് തൻവീനാണ്. ഷീനിന് നമ്മൾ സുക്കൂന് നൽകി വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു മദ്, പുതിയൊരു മദ് വരും. ആ മദ്ദിൻ്റെ പേരാണ് മദ്ദുല്ലീൻ. മദ്ദുല്ലീൻ, യ മദ്ദുലീൻ ജായിസ്. അതും 2, 4, 6 ഹർക്കാത്ത് സമയം നൽകിയിട്ട് പാരായണം ചെയ്യുന്നതാണ്. ഏകദേശം മദ് ആരിലും മദ്ദുലീനൊക്കെ സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പേരിൽ മാത്രമാണ് മാറ്റമുള്ളത്. പേരിൽ മാത്രമെന്നല്ല, പിന്നെ അതിൻ്റെ ഒന്ന് എന്താണ്? ലീൻ, ഹർഫുൽ ലീനിൽ വഖഫ് ചെയ്യുന്ന, ഹർഫുൽ ലീനിന് ശേഷം വരുന്ന ഹർക്കത്തിൽ വഖഫ് ചെയ്യുകയാണെങ്കിലാണ്. ഇപ്പോൾ ഖുറൈഷ് എന്നുള്ളത് ഹർഫുൽ ലീനാണ്, യാ സുക്കൂന്. ശേഷം ഷീന് മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു മദ് വരും. ആ മദ്ദാണ് മദ്ദുല്ലീൻ എന്ന് പറയുന്നത്. ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വളരെ ലോലമായിട്ടുള്ളതെന്നൊക്കെ പറയുന്ന ലീൻ, ലയ്യിനായിട്ട്, ലയ്യിൻ എന്ന് പറയുന്ന സോഫ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ ആ സൂറത്ത് പാരായണം ചെയ്തു. പിന്നെ 17, 18, 19 ഹാലുകളാണ് പഠിച്ചത്. 17, 18, 19 ഹാല് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്പീഡിൽ പറഞ്ഞു പോയി. അതിൽ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്.
ഷദ്ദ തൻബീൻ ബിൽ ഫത്ഹ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇനി അങ്ങോട്ടുള്ളത് പുതിയതാണ്. പുതിയതല്ല, നമ്മൾ കഴിഞ്ഞ ആഴ്ച സ്പീഡിൽ പോയത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, وقال نسوة في المدينة امرأة العزيز تراود فتاها العزيز تراود فتاها عن نفسه قد شغفها حبا قد شغفها حبا ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹ. അവിടെ നമ്മൾ വഖഫ് ചെയ്യാണല്ലോ. ഹുബ്ബൻ ഇന്ന എന്ന് പോവുകയാണെങ്കിൽ എന്തില്ല, നോർമൽ ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹ. പിന്നെ ഇദ്ഗാമിൻ്റെ ഇദ്ഗാമിൻ്റെതായിട്ട് മാറും. അവിടെ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇദ്ഗാമല്ല ഇൽഹാറായിട്ട് മാറും. നമ്മളവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? അത് ഇവ ഹർക്കത്താൻ ഇൻഡൽ വഖഫ്. നമ്മൾ പിന്നെ ഏതൊക്കെയായിരുന്നു 7, 8, 9 ഹാലിൽ പഠിച്ചിട്ടുണ്ട് തൻബീൻ ബിൽ ഫത്ഹ. സെയിം സംഭവം തന്നെയാണ് ഇവിടെ ഷദ്ദ വന്നിട്ടുണ്ട് എന്നുള്ളൂ. അപ്പോൾ ബ ഷദ്ദ ഫത്ഹ അലിഫ് മദ് ഇവ ഹർക്കത്താൻ ഇൻഡൽ വഖഫ്. ചെറിയ മാറ്റം മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം. ഇനിയിപ്പോൾ അത് അവിടെ നിർത്താണ്ട് പോവുകയാണെങ്കിൽ ഹുബ്ബൻ ഇന്ന എന്ന് പോവുകയാണെങ്കിൽ ബ ഷദ്ദ തൻബീൻ ബിൽ ഫത്ഹ മുൽഹറ ഖബ്ലൽ ഹംസിൽ മക്സൂറ. ഹുബ്ബൻ ഇന്ന ലനറാഹ ഫീ ളലാലിൻ മുബീൻ എന്ന് ആയിട്ട് മാറും. മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം നമുക്ക്. ഹുബ്ബൻ ജമ്മ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഹുബ്ബജ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇഖ്ഫ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മൾ തഹജ്ജ് ചെയ്യുക? ബ ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹ മുഖ്ഫ ഇൻദൽ ജീമിൽ മഫ്തൂഹ ബിഗുന്ന ഹർക്കത്തൈൻ. അങ്ങനെ അതിനെന്തായി? ആ ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹ തന്നെയാണ്. പക്ഷേ നമ്മൾ ആ തൻവീനിൽ പഠിച്ച കാര്യങ്ങളുണ്ടോ, തൻവീനിൽ പഠിച്ച കാര്യം ഇവിടെ അപ്ലൈ ചെയ്യാണ്. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹ ആകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ തന്നെയാണ്. അപ്പോൾ താഴത്തത് നോക്കൂ നിങ്ങൾ. അവിടെ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മീം ഹർഫ് ഗുന്ന മുഷദ്ദദ ബിൽ ഫത്ഹ അലിഫ് മദ് ഹിവബ് ഹർക്കത്താൻ ഇൻദൽ വഖഫ്. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഒന്നും സംശയമില്ല. അൽഹംദുലില്ലാ. ഷദ്ദ തൻബീൻ ബിൽ ഫത്ഹ തന്നെ ഇവിടെ നേരത്തെ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ. അപ്പോൾ അവിടെ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞത് തന്നെ ഫ ഷദ്ദ ഫത്ഹ അലിഫ് മദ് ഇവൽ ഹർക്കത്താൻ ഇൻദൽ വഖഫ്. അപ്പോൾ അവിടെ നമ്മൾ വഖഫ് ചെയ്യുമ്പം എന്താണ്? തൻവീന് കളയപ്പെടുമല്ലോ. അത് ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. അപ്പോൾ ഇവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഫ ഷദ്ദ ഫത്ഹ അലിഫ് മദ് ഇവൽ ഹർക്കത്താൻ ഇൻദൽ വഖഫ്. ഷദ്ദ മാത്രമാണ് കൂടുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചു തന്നെയാണ്. പിന്നെ ഇവിടെ വഅബ്ഖരിയ്യിൻ മുത്തകിഈന അലാ റഫ്റഫിൻ ഖുദ്റിൻ വഅബ്ഖരിയ്യിൻ ഹിസാൻ. അബ്ഖരിയ്യിൻ ഹിസാൻ. അപ്പോൾ യാ ഷദ്ദ തൻവീൻ ബിൽ കസ്റ മുൽഹറ ഖബ്ലൽ ഹഇൽ മക്സൂറ. ഓക്കെ അല്ലേ? ഇവിടെ പിന്നെ കിസ്റ വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ റ. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? റാ ഷദ്ദ തൻവീൻ ബിൽ കസ്റയാണ്. അപ്പം അതിന് റാഇന് ഒരു നിയമമുണ്ട്. അതൊന്ന് നമ്മൾ വിശദമായിട്ടൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പഠിക്കാനുള്ള കാര്യം കൂടിയാണ്. റാ ഷദ്ദ തൻവീൻ ബിൽ കസ്റ മുറക്കക തർക്കീക്കാണ് അതിൽ. ആ റാ അത് ലിമുസ്തഖറിൻ എന്നല്ല പറയേണ്ടത്, ലിമുസ്തഖറിൻ ലഹാ ഖറില്ല. ഓക്കെ. റാ ഷദ്ദ തൻവീൻ ബിൽ കസ്റ മുറക്കക മുദ്ഗമ ഫിൽ ലാമിൽ മഫ്തൂഹ ബിഗൈരി ഗുന്ന. ഓക്കെ. റക്കിൻ ഫീ റഖിൻ മൻശൂർ. ഖാഫ് ഷദ്ദ തൻവീൻ ബിൽ കസ്റ മുദ്ഗമ ഫിൽ മീമിൽ മഫ്തൂഹ ബിഗുന്ന ഹർക്കത്തൈൻ. ഉതുവിൻ
ബൽ ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ. ഓക്കെ, വാവ് ഷദ്ദ തൻവീൻ ബിൽ കസ് മുദ്ഗമ ഫിൽ വാവിൽ മഫ്തൂഹ ബിഗുന്ന ഹർകതൈൻ. ഷദ്ദ തൻവീൻ ബിൽ ളമ്മയാണെങ്കിലോ നമുക്ക് നോക്കാം. വ ഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ. ലഅഫുവ്വുൻ ലഅഫുവ്വുൻ. അപ്പോൾ അവിടെ വ ഷദ്ദ തൻവീൻ ബിൽ ളമ്മ മുൽഖറ ഖബ്ലൽ ഗൈനിൽ മഫ്തൂഹ മുഫഖമ. മുഫഖമൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഓക്കെ, ഒന്നും കൂടി. ഇവിടെ അറബിയ്യും മുബീൻ അല്ലേ, അറബിയ്യും മുബീൻ. വഹാദാ ലിസാനുൻ അറബിയ്യും മുബീൻ. യ ഷദ്ദ തൻവീൻ ബിൽ ളമ്മ മുദ്ഗമ ഫിൽ മീമിൽ മദ്മൂമ ബിഗുന്ന ഹർകതൈൻ. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ടോപ്പിലേക്ക് പോവാണ്. റാഇന് തർക്കീഖ് റാ അല്ലേ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഡയഗ്രം ഒക്കെ വരച്ചിരുന്നു, അത് നമുക്കൊന്നും കൂടി ഇപ്പോൾ കാണാം. ഒന്നാമത്തത് തർക്കീഖ് റാഇൻ്റെ ഒരു കണ്ടീഷൻ എന്താണ്, എപ്പോഴാണ് തർക്കീഖ് സംഭവിക്കുന്നത്? ഇദാ കാനത്ത് മക്സൂറ വ മുസ്തഖാത്ത് അൽ കസ്ര. മക്സൂറ റാഇന് കസ്ര വരികയാണെങ്കിൽ, റാഇന് കസ്ര വ മുസ്തഖാത്ത് അൽ കസ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വകഭേദങ്ങൾ, അതായത് അതിൻ്റെ വകഭേദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. തൻവീൻ ബിൽ കസ്ര, ഷദ്ദ തൻവീൻ ബിൽ കസ്ര, അതേപോലെ ഏതാണ് കസ്ര യാമദ്, ഷദ്ദ കസ്ര യാമദ്, ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ് ഒന്നാമത്തത് കേട്ടോ. കസ്രയിനോട് അനുബന്ധിച്ച് വരുന്ന അതേപോലെയുള്ള കസ്ര പോലുള്ള കാര്യങ്ങൾ, അത് റാഇന് നിരുപാധികം കസ്ര വരുന്ന സന്ദർഭങ്ങൾ എന്ന് മനസ്സിലാക്കാം. അത് കസ്ര വരും, പിന്നെ കസ്ര യാമദിൽ വരും, തൻവീൻ ബിൽ കസ്രയിൽ വരും, ഷദ്ദയിലും വരും. ഓക്കെ, ഷദ്ദ കസ്ര യാമദ്, ഷദ്ദ തൻവീൻ ബിൽ കസ്ര. ഓക്കെ, രണ്ടാമത്തത് നോക്കാം നമുക്ക് എന്താണെന്ന്. രണ്ടാമത്തത് ഇദാ കാനത്ത് സാകിനതൻ ബഅദ കസ്ര. ഇദാ കാനത്ത് സാകിന, സുക്കൂൻ്റെ തൊട്ട മുമ്പ് അല്ല എന്താണ് വരുന്നത്? കസ്ര. അതായത് കസ്രയുള്ള ഒരു അക്ഷരത്തിന് ശേഷം റാഇന് സുക്കൂന് വരിക. ഉദാഹരണം നമുക്ക് കാണാം കേട്ടോ, നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാവണ്ട. പിന്നെ ഇദാ കാനത്ത് സാക്കിന ലിൽ വഖഫ് ചെയ്യുമ്പോൾ ഇദാ കാനത്ത് സാക്കിന ലിൽ വഖഫി ബഅദ സുക്കൂൻ വ ഖബ്ലഹ കസ്ര. അതായത് നമ്മൾ വഖഫ് ചെയ്യാൻ വേണ്ടി റാഇന് എന്ത് ചെയ്യാണ്? സുക്കൂന് നൽകുകയാണ്. അതിനെന്താണ്? അതിൻ്റെ മുമ്പേ സുക്കൂനുള്ള ഹാർഫുണ്ട്, അതിൻ്റെ മുമ്പേ കസ്രയുള്ള ഹാർഫുണ്ട്. അതായത് കസ്ര സുക്കൂന് റാഇന് സുക്കൂന് നൽകി വഖഫ് ചെയ്യുക. അങ്ങനത്തെ കേസിൽ ആ റാ എന്തായിരിക്കും? ര് എന്ന ശബ്ദം ആയിരിക്കും. ഹിജിർ പോലുള്ള, മോള് ഫിർഔൻ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഇദാ കാനത്ത് സാക്കിനത്തൻ സുക്കൂനൻ. ഇദാ കാനത്ത് സാക്കിനത്തൻ സുക്കൂനൻ ആരിദൻ. ഇദാ കാനത്ത് സാക്കിനത്തൻ സുക്കൂൻ ആവുകയാണ്. എന്താ കാരണം? സുക്കൂനൻ ആരിദൻ ലിൽ വഖഫ്. ആരിദ് കാരണം, മദ് ആരിദ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഖബീർ. അപ്പോൾ അവിടെ മദ് ആരിദാണ് ലിൽ വഖഫ്. ബഅദ യ മദ് ഔലീൻ. യ മദ്ദിലാണല്ലോ വരിക, യ മദ്ദിലാണ് എന്ത്? റാഇന് യ മദ്ദോ അല്ലെങ്കിൽ ലീനിലോ എന്ത് ചെയ്യാണ്? റാ വരികയാണ്. റാഇന് സുക്കൂന് നൽകപ്പെടുകയാണെങ്കിൽ അതും എന്തായിരിക്കും? ര് എന്ന ശബ്ദത്തിലായിരിക്കും. അവസാനത്തത് എന്താണ്? റാ മുമാല എന്ന് പറയും. നമുക്ക് നോക്കാം ഡയഗ്രാം ഒന്ന് നോക്കിയാൽ വേഗം മനസ്സിലാവും. റാഇന് കസ്ര സുക്കൂന്, കസ്ര സുക്കൂന്, റാഇന് സുക്കൂന്. പിന്നെ എന്താണ്? ഹർഫു ലീനും അതേപോലെ യ മദ്ദും. പിന്നെ മജ്രേഹ, ഇതാണ് എന്ത്? മുമാല എന്ന് പറയുന്നത്. ആ മുമാല. ബരിക ഒരു ഉദാഹരണമാണ്. ഫിർഔന, അതേപോലെ ഹിജിർ, പിന്നെ ഖദീർ, ഖൈർ എന്നാവാൻ പാടില്ല, ഖൈർ. ഓക്കെ, ഇവിടെ നോക്കൂ, ഉദാഹരണമാണ്. ഏതിൻ്റെ ഉദാഹരണമാണ്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ, ഇദാ കാനത്ത് മക്സൂറ
വ മുസ്തഖാത്തു അൽ കസ്ര. ഇവിടെ നോക്കൂ, ഫമാലഹും അനി തദ്കിറതി മുഅ്രിദീൻ, മുഅ്രിദീൻ. നേരെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബൽ യുരീ, റാ കസ്ര യാമദ്, ബൽ യുരീദു കുല്ലുംരി, അവിടെയും റാന് കസ്ര വന്നു. ബൽ യുരീദു കുല്ലുംരിഇം മിൻഹും അൻ യുഅ്താ സുഹ്ഫൻ മുനശ്ശറ. ഓക്കെ, ഇങ്ങനെ ഇതിനാണ് എന്ത് പറയുന്നത്? അപ്പോൾ ഇങ്ങനെ വരുന്നത്, അതായത് കെസ്ര റായിന് അതിൻ്റെ ഒറിജിനൽ ഇതുണ്ടല്ലോ, കെസ്രയോടുകൂടി വരുന്ന ആ ഒരു സന്ദർഭത്തിനാണ്. അവിടെ ഒക്കെ റായിന് രി എന്ന ശബ്ദമാണ്. മുഅ്രിദീന, ബൽ യുരീദു, യുറീദു എന്നല്ല, യുരീദു. കുല്ലിംറി അല്ല, കുല്ലിംറിഇം മിൻഹും. അത് ഒന്നാമത്തത്. രണ്ടാമത്തെ നമുക്ക് നോക്കാം, തർക്കിഖുറ. ഇദാ കാനത് സാകിനതൻ ബഅദ കസ്ര. നോക്കൂ നിങ്ങൾ, ബഅദ കസ്ര സുക്കൂനുള്ള റാ, അതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള ഹർഫിന് കസ്ര വരാണ്. ഇവിടെ നോക്കൂ, ഫസ്ബിർ. നമ്മൾ സാധാരണ പാരായണം ചെയ്യുമ്പോൾ ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതി മിൻഹും ആസിമൻ ഔ കഫൂറ. അങ്ങനെയായിരുന്നു പാരായണം ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയാൻ കാരണമുണ്ട്, ഞാൻ എങ്ങനെയായിരുന്നു പാരായണം. ഫസ്ബിർ ലിഹുക്മി, ഫസ്ബിർ എന്നല്ല, ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ فاصبر لحكم ربك ولا تطع منهم آثما أو كفورا. പിന്നെ واذكر اسم ربك بكرة وأصيلا. പിന്നെ ഫദക്കിർ, ഖാഫിന് ശദ്ദ കെസ്ര വന്നു, റാന് സുക്കൂനും വന്നു. ഫദക്കിർ ഓക്കെ. അപ്പോൾ ഇതാ കാനത് സാക്കിനത്തൻ ബഅദ കസ്ര, കെസ്രയുള്ള ഒരു ഹർഫിന് ശേഷം വരുന്ന റാഇന് സുക്കൂനാണെങ്കിൽ ഫിർഔൻ എന്നുള്ള പോലെ തന്നെയാണ് ഫസ്ബിറായാലും ഫദക്കിറായാലും. ഫദക്കിർ എന്നായി പോകരുത്. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക് എന്താണ് എന്ന്. ഇതാ കാനത് സാക്കിന ലിൽ വഖഫ് ബഅദ സുക്കൂൻ വഖബ്ലഹ കെസ്ര. അപ്പം നിങ്ങൾ നോക്കൂ, ഹിജ്ർ എന്നുള്ള ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ. ഇതിൽ കുറേ ആളുകൾക്ക് സംശയമുള്ള ഒരു ഏരിയ ഉണ്ട്. വൽ ഫജ്ർ, റ് ആണോ റ് ആണോ ഈ ഒരു പിന്നെ ആയത്തിൽ അങ്ങനെ ഒരു വിഷയമുണ്ട്. കുറേ ആളുകൾക്ക് സംശയമുള്ള ഒരു ഏരിയയാണ്. വൽ ഫജ്ർ, റാന് തഫ്ഖീം തന്നെയാണ്. കാരണം ഫത്തയിൽ ഫ എന്നുള്ളത് ഫത്തയാണ്. നേരെ മറിച്ച് ഫ കെസ്ര ആണെങ്കിൽ അവിടെ എന്താ, റാനും തർക്കിക്ക് സംഭവിക്കുകയായിരുന്നു. ഇവിടെ എന്തല്ല, ഫ ആണ്. അതുകൊണ്ട് വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ, ഹിജ്ർ എന്ന്. ഓക്കെ, റ സാക്കിന മുറക്കക ഇൻദൽ വഖഫ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ബഅദ സാക്കിന വഖബ്ലഹ സുക്കൂൻ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് വന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്തുകൂടി പറയാം, ബഅദ സുക്കൂൻ വഖബ്ലഹ കസ്ര എന്ന് പറയാം. പക്ഷെ ഇവിടെ സിമ്പിളായിട്ട് ഇത്ര മാത്രം, സാക്കിന മുറക്കക ഇൻദൽ വഖഫ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാവാത്തവർക്കാണ് എന്ത് ചെയ്യേണ്ടത്, ബഅദ സുക്കൂൻ വഖബ്ലഹ കസ്ര എന്ന് അതിൻ്റെ റൂൾസാണ് പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ തഹജി പറയുന്ന സമയത്ത് ഏറ്റവും സിമ്പിളായിട്ടും പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലും പറയാൻ വേണ്ടിയിട്ട് റാ സാക്കിന മുറക്കക ഇൻദൽ വഖഫ് എന്ന് പറയാം. ഇതാ കാനത്ത് സാക്കിനത്ത് ലി വഖഫാണ്. വഖഫ് ചെയ്യുമ്പം റാന് സുക്കൂന് നൽകപ്പെടുകയാണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സംഭവം. അപ്പോൾ റാ സാക്കിന മുറക്കക ഇൻദൽ വഖഫ്. അതിൻ്റെ നിയമമാണ് എന്താണ്, ബഅദ സുക്കൂൻ വഖബ്ലഹ കസ്ര. കസ്രയുള്ള ഹർഫ് ശേഷം സുക്കൂനുള്ള ഹർഫ് റാഇന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അത് എന്താണ്, തർക്കീക്കാണ്. ര് എന്ന ശബ്ദത്തിലാണ്. ഹിജിർ ആയി പോകരുത്, ഹിജിർ. ഓക്കെ,
അടുത്ത നോക്കാം നമുക്ക് എന്താണെന്ന്. ഇദാ കാനത് സാകിനതൻ സുകൂനൻ ആരിദൻ ലിൽ വഖഫ് ബഅദ യമദ് ഔ ലീൻ. യമദോ ലീനോണ്. ഇപ്പോൾ ഇവിടെ ഖദീ ദാൽ കസ്ര യമദ്, ശേഷം റാ തൻവീൻ ബിൽ ലൊമ്മയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ് അവിടെ ഖദീർ എന്ന് റാഇന് സുക്കൂന് നൽകി വഖഫ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ റാവും തർക്കീക്കായിരിക്കും. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖദീർ ആയി പോരുത്, ഖദീർ. റ സാക്കിന മുറഖഖ ഇൻദൽ വഖഫ്. സിമ്പിളാണ് പറയാൻ. ബദ യ മദ്ദാണ് ഇവിടെ. എന്തുകൊണ്ടാണ് ബദ യ മദ്ദാണ്? കാരണം ഈ ഓക്കെ. അടുത്തത് നോക്കാം നമുക്ക്. റ മുമാല, ഇമാലത്ത്. അതായത് ഹഫ്സ് റിവായത്ത് പ്രകാരം ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ റാഇന് ഇമാലത്ത് വരുന്നത്. മജ് റാ എന്നാണ്. ഫത്ഹ അലിഫ് മദ്ദാണല്ലോ. മജ് റാഹ എന്നാണ്. മജ് റാഹ. وقال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم. മജ്റാഹ എന്നുള്ളത് ഇവിടെ എന്താ പറയുക, റാഇന് ഇമാലത്ത് സംഭവിക്കുകയാണ്. ഇമാലത്ത് എന്ന് പറഞ്ഞത് ചെറുക്കുക, അല്ലെങ്കിൽ മജ് രേ രേ എന്നുള്ള ആ ഒരു ശബ്ദത്തിലേക്ക് പോവുകയാണ്. ഇവിടാണ് റാഇന് ഒരു മാറ്റം വരുന്നത്. ഇത് ഈ റാഇന് ഇമാലത്ത് സംഭവിക്കുന്ന സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതായത് സൂറത്ത് ഹൂദിൻ്റെ 41-ാമത്തെ ആയത്തിലാണ് ഈ ഒരു ഇതുള്ളത്. ഹഫ്സ് റിവായത്ത് പ്രകാരം നമ്മൾ പാരായണം ചെയ്യുന്ന റിവായത്തിനെ കുറിച്ചൊക്കെ നമുക്ക് ഒഴിവുണ്ടെങ്കിൽ ചെറിയ ടെക്സ്റ്റ് ഞാൻ തരുന്നുണ്ട്. 7 റിവായത്തുകളിൽ ഒരു റിവായത്താണ് ഹഫ്സ്. അപ്പോൾ ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരമാണ് നമ്മൾ ഏകദേശം 99% എന്ന് വേണത് 90% ആളുകൾ ഹഫ്സ് റിവായത്ത് പ്രകാരമാണ്. ഇപ്പോൾ യൂട്യൂബൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഖിറാഅത്തുകൾ കേൾക്കാൻ പറ്റും. എന്താ നമ്മൾ പഠിച്ചതിനൊക്കെ വ്യത്യസ്തമായിട്ട്. അതിൻ്റെ കാരണം എന്താ, റിവായത്ത് വ്യത്യാസമായിട്ടായിരിക്കും. ചില ആളുകളൊക്കെ ചോദിക്കുന്നത് എന്താ ഉസ്താദേ നമ്മൾ പഠിച്ച കാര്യമല്ലല്ലോ ഇവിടെ പറയുന്നത് ഇങ്ങനെ, ഇതെന്താണ് ഇങ്ങനെയെന്ന് നമ്മൾ ചോദ്യം വരാറുണ്ട്. അത് റിവായത്തിൻ്റെ വിഷയമാണ്. നമ്മളും ഏറ്റവും ഭൂരിപക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്നത് ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരമാണ്. അപ്പോൾ അതിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇമാലത്ത് വരുന്നത്. ഇപ്പോൾ വേറൊരു റിവായത്ത് സംഭവത്തിൽ വേറൊരു റിവായത്ത് പ്രകാരം ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അത് ഒരുപാട് സ്ഥലത്ത് ഈ ഇമാലത്ത് സംഭവിക്കുന്നത്. ഇപ്പോൾ വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലേ ഒക്കെ എന്ന് പറഞ്ഞ് പോകുന്ന റിവായത്തുണ്ട്. പേരൊക്കെ ഞാൻ പിന്നീട് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഹഫ്സ് റിവായത്ത് പ്രകാരം മജ്രേഹ എന്നുള്ള സ്ഥലത്ത് മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, ഇമാലത്ത് സംഭവിക്കുന്നത്. അത് തഹജ്ജി ചെയ്യങ്ങനെ മെയിൻ ഫത്ഹ മ, ജീം സാക്കിന മുക്കൽക്കല മജ്, പിന്നെ റ ഫത്ഹ മുമാല മ അലിഫ് മദ് തൊബി ഹർക്കത്താൻ. റ ഫത്ഹ മുമാല മ അലിഫ് മദ് തൊബി ഹർക്കത്ത് മജുരെ മുമാല മ അലിഫ് മദ് തൊബി ഹർക്കത്താൻ മജുരേഹ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്, റ സാക്കിന അല്ല റാ കെസ്ര സംഭവിക്കുന്നത്. ഇനി അതേപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിലേക്കാണ് നേരെ പോകുന്നത്. എന്തെങ്കിലും പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ സ്പീഡ് കൂടി പോയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ പറയണേ. നമുക്ക് ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ പരീക്ഷൻ്റെ ക്വസ്റ്റ്യനും റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇനിയുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകൾ നമുക്കൊക്കെ പാരായണം ചെയ്യാൻ അറിയുന്ന കാര്യങ്ങളും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് പാരായണം ചെയ്യുന്നതും. പക്ഷെ അന്ന് അറിഞ്ഞിരിക്കണമല്ലോ അതെങ്ങനെ എന്താണ്. ആരെങ്കിലും തജ്വീദ് പഠിച്ചു കഴിഞ്ഞ ഒരാളോട് ഇതെന്താ ഇവിടെ ഇങ്ങനെ മജ്രേഹ എന്തുകൊണ്ട് വന്നു, മജ്റാഹ എന്നുള്ളിടത്ത് എന്തുകൊണ്ടാണ് മജ്രേ ഓതുന്നതെന്ന് പറയുമ്പോൾ നമ്മളിത് പഠിച്ച ആളുകൾ എന്ന നിലയിൽ നമുക്ക് അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ആൻസർ കൊടുക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഈ ടോപ്പിക്കുകളൊക്കെ പാരായണം ചെയ്യുന്ന എല്ലാവരും അതേപോലെ തന്നെയാണ്. ഇനി ആരെങ്കിലും പാരായണത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അത് നമുക്ക് തിരുത്തുകയും ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് പോകുന്ന ഇദ്ഗാമാണ്. ഇദ്ഗാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എവിടെയൊക്കെ നമ്മൾ പഠിച്ചത്? മീം സാക്കിനൽ പഠിച്ചിട്ടുണ്ട്, നൂൻ സാക്കിനൽ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഇദ്ഗാം പഠിച്ചിട്ടുണ്ട്. അതെവിടെയായിരുന്നു, ഓർമ്മ ഉണ്ടോ? ഇദ്ഗാം ഞാൻ
ലാം ഷംസിയ മുദഗമ. ലാം ഷംസിയ മുദഗമ. നൂനു സാക്കിന, നൂനു സാക്കിനയിൽ ഇദ്ഗാം പഠിച്ചിട്ടുണ്ട്, മീം സാക്കിനയിൽ ഇദ്ഗാം പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇദ്ഗാമും കൂടി ഉണ്ട്. നമ്മൾ നോക്കാം എന്താണ് അല്ലേ. ഇദ്ഗാം അറബി ലുഗത്ത് പ്രകാരം, അറബി ഭാഷാപരം അൽ ഇദ്ഖാൽ എന്നാണ്. ഇദ്ഖാൽ എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കുക എന്നാണ്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കുക, ഇദ്ഖാൽ. ഒന്നും കൂടി നമുക്ക് പറയുകയാണെങ്കിൽ തഖൂൽ അൽ അറബ് അദ്ഗമതു അൽ-ലിജാമ ഫി ഫമിൽ ഫറസി ഐ അദ്ഖൽതു ഫിഹ. അപ്പോൾ അത് പറഞ്ഞാൽ എന്താണ്? അദ്ഗംതു, ഞാൻ കുതിരയുടെ വായിൽ കടിഞ്ഞാൻ പ്രവേശിപ്പിച്ചു. അദ്ഗംതു പ്രവേശിപ്പിക്കുക, അതായത് ഞാൻ പ്രവേശിപ്പിച്ചു അതിൻ്റെ വായിൽ. അപ്പം ഇദ്ഗമ എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കുക എന്നാണ്. അപ്പോൾ ഇത് നോക്കൂ, ഇതൊന്ന് വേറൊന്ന് പറഞ്ഞു. അദ്ഗംതു അസ്സൈഫ ഫി ഗിമദി, വാൾ അതിൻ്റെ ഉറയിൽ ഞാൻ പ്രവേശിപ്പിച്ചു എന്ന്. അപ്പോൾ ഇദ്ഗാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേശിപ്പിക്കുക എന്നാണ്, ഒന്നിനെ ഒന്നിലേക്ക് ചേർക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, ബ സുക്കൂനുള്ള ബാ, ശേഷം ബാന് ശബ്ദമുള്ള ഒരു ബാ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ആർക്കെങ്കിലും? ഒരു സുക്കൂനുള്ള ബാ ഉണ്ട്, അല്ല സുക്കൂനുള്ള ഹർക്കത്തൊന്നും ഇല്ലാത്തത്, ഒന്ന് ശബ്ദമുള്ള ബാ ഉണ്ട്. ഇവിടെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇന്ന് രണ്ടാമത്തെ നോക്കൂ, ഒരു താ പിന്നെ ഒരു ത്വാ. ഇവിടെ മൂലത്തെ പാരായണം ചെയ്യുന്ന ചേർത്തോത മീൻസ് ഞാൻ പറഞ്ഞുതരാം. വല്യക്തുബ് ബൈനക്കും എന്നാണ് എന്തുള്ളത് അവിടെ ശരിക്കും വരുന്നത്. അത് ബാഇന് സുക്കൂനാണ്, തൊട്ടടുത്തുള്ള ബാഇന് ഫത്ഹയുമാണ്. പക്ഷേ രണ്ട് ഹർഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെയുള്ള രണ്ട് ഹർഫുകളിൽ ഒരു ഹർഫിന്, ആദ്യത്തെ ഹർഫിന് സുക്കൂന് വന്നു, പിറ്റത്തേതിന് എന്ത് വരികയാണ്? ഹർക്കത്തും വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? സുക്കൂനുള്ള ബാഇനെ അടുത്ത ബാഇലേക്ക് ഇദ്ഗാം ചെയ്യും, അതായത് പ്രവേശിപ്പിക്കും അല്ലെങ്കിൽ ലയിപ്പിക്കും. അപ്പോൾ ഇത് പാരായണം ചെയ്യുന്ന സമയത്ത് ഈ ബാ കേൾക്കൂല, മറ്റേ ബാഇന് ഷദ്ദ് കൊടുത്തിട്ട് പാരായണം ചെയ്യുക. അതായത് രണ്ടാമത്തെ വരുന്ന ബാഇൻ്റെ സ്വഭാവത്തിലേക്ക് ഈ ബാ മാറും. വല്യക്തുബ് ബൈനകും കാതിബും ബിൽ അദ്ൽ. ഓക്കെ, പിന്നെ താഴത്തെ നോക്കൂ നിങ്ങൾ. ഇദ് ഹമ്മ ത്വാഇഫതാനി മിൻകും അൻ തഫ്ശല വല്ലാഹു വലിയുഹുമാ. അവിടെ നോക്കൂ നിങ്ങൾ. ഇദ് ഹമ്മ ത്വാഇഫതാനി, അവിടെ ഈ താഇനെ അടുത്തുള്ള തായിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ഗാം ചെയ്തിട്ടുണ്ട്, പ്രവേശിപ്പിച്ചിട്ടുണ്ട്, ലയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാം, ഈ നമ്മൾ നേരത്തെ പഠിച്ച ഇദ്ഗാം നൂനു സാക്കിന വ തൻവീൻ, മീമു സാക്കിന, അതേപോലെ ലാം ഷംസിയ, ഇതിലൊക്കെ നമ്മൾ ഇദ്ഗാം പഠിച്ചിട്ടുണ്ട്. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായ 3 ഇദ്ഗാമുകളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ഇദ്ഗാം മുതമാസിലൈൻ. എന്താണെന്ന് നമുക്ക് പഠിക്കാം കേട്ടോ, എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതിൻ്റെ താഴത്തെ ഓരോന്ന് നമുക്ക് വേറിട്ട് തന്നെ പഠിക്കാൻ കഴിയും. രണ്ടാമത്തത് ഇദ്ഗാം മുതജാനിസൈൻ. മൂന്നാമത്തത് ഇദ്ഗാം മുതഖാരിബൈൻ. നോക്കാം അല്ലേ. ഇദ്ഗാം മുതമാസിലൈൻ ഒന്നാമത്തതാണ്. ഇദ്ഗാം മുതമാസിലൈൻ നോക്കൂ നിങ്ങൾ, ഒരേ അക്ഷരങ്ങൾ തമ്മിലാണ് ഇദ്ഗാം എങ്കിൽ, ഒരേ സെയിം ഹർഫുകൾ തമ്മിലാണ് ഇദ്ഗാം എങ്കിൽ അതിന് ഇദ്ഗാം മുതമാസിലൈൻ, ഒരേപോലെ, മിസ്ല ഒരേപോലെയുള്ള അക്ഷരങ്ങൾ തമ്മിലാണ് ഇദ്ഗാം ചെയ്യണമെങ്കിൽ ഇദ്ഗാം മുതമാസിലൈൻ എന്ന് പറയും. ഉദാഹരണം നോക്കാം നമുക്ക്, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. وَإِذَا جَاءُوكُمْ قَالُوا آمَنَّا وَقَدْ دَخَلُوا
ദാലിനെ അടുത്ത ദാലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പൂർണ്ണമായിട്ട് മാറ്റി. എന്നിട്ട് അടുത്ത ദാലിന് ഷദ് നൽകപ്പെട്ടു. وقد دخلوا بالكفر وهم قد خرجوا به والله أعلم بما كانوا يكتمون. وقد دخلوا. ഇത് എനിക്കൊരു വിട്ടുപോയൊരു സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ തെഹജി താഴെ എഴുതാൻ മറന്നുപോയിട്ടുണ്ട്. ഇത് സിമ്പിളാണ്, നമ്മൾ നേരത്തെ പഠിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദാൽ സാക്കിന മുദ്ഗമ ഫിദ്ദാലിൽ മഫ്തൂഹ, ഷദ് പറയണ്ട. ഓക്കെ, ദാൽ സാക്കിന മുദ്ഗമ ഫിദ്ദാലിൽ മഫ്തൂഹ ഇദ്ഗാം മുതമാസിലൈൻ. കിട്ടുമോ? ദാൽ സാക്കിന മുദ്ഗമ ഫിദ്ദാലിൽ മഫ്തൂഹ ഇദ്ഗാം മുതമാസിലൈൻ. ഇദ്ഗാം മുതമാസിലൈൻ ആണ്, ഒരേപോലെയുള്ള ഹർഫുകൾ തമ്മിലാണ് ഇദ്ഗാം സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ മതി. ഒരു ഉദാഹരണം കൂടി ഉണ്ടോ നോക്കുക. അതാ കണ്ടില്ലേ, ലാമിലേക്ക് കെല്ല ബല്ല ബല്ല, ഈ ലാമില്ല, അടുത്ത ലാമിലേക്ക്, ഈ ലാമിനെ അടുത്ത ലാമിലേക്ക് പോകും. കെല്ല ബല്ല തുക്രിമൂനൽ യതീം. അപ്പോൾ ലാം സാക്കിന മുദ്ഗമ ഫില്ലാമിൽ മഫ്തൂഹ അലിഫ് മദ് ത്വബീ ഹർക്കത്താൻ. പിന്നെന്താണ്? ഇദ്ഗാം മുതമാസിലൈൻ. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ലാം സാക്കിന മുദ്ഗമ ഫില്ലാമിൽ മഫ്തൂഹ ഇദ്ഗാം മുതമാസിലൈൻ അലിഫ് മദ് ത്വബീ ഹർക്കത്താൻ എന്നും പറയാം. ഓക്കെ, കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് ചോദിച്ചോളണേ. ഓക്കെ, എങ്ങനെ ഇതിന് ഉന്നില്ലല്ലോ. ഉന്ന പിന്നെ നമ്മൾ പഠിച്ചത് നൂനുസാക്കിന മീമുസാക്കിന. അതേപോലെ നൂനും മീമും ഷദ് വരുമ്പോഴും നൂനുസാക്കിന തൻവീനിൽ ഇദ്ഗാമിൻ്റെ അക്ഷരങ്ങൾ ഉണ്ടല്ലോ, ആ അക്ഷരങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഉന്ന വരുന്നത്. ഇത് കാമിലാണ്, അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ കാമിലായിട്ട് വരുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ ലാമും റാവും ഇല്ലേ, അവിടെ ഇദ്ഗാമിൽ കാമിലായിട്ട് വരുമ്പോൾ എന്താ? ബിഗൈരി ഉന്നയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്, ബിഗൈരി ഉന്ന. എന്തില്ല, പിന്നെ ഇത് ഉന്ന ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിലൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. ഈ ഒരു ഇദ്ഗാമിൽ കംപ്ലീറ്റ് എന്താണ്? ബിലാ ഉന്നയാണ്. അവിടെ നമ്മൾ ബിഗൈരി ഉന്ന ബിലാ ഉന്ന ഒന്നുമില്ല. ലാം സാക്കിന മുദ്ഗമ ഫില്ലാമിൽ മഫ്തൂഹ ഇദ്ഗാം മുതമാസിലൈൻ അലിഫ് മദ് ത്വബീ ഹർക്കത്താൻ, അത്രേ പറഞ്ഞാൽ മതി. അവിടെ പിന്നെ ഉന്നയും ബിലാ ഉന്നയും ഒന്നും പറയണ്ട. ഇതിൻ്റെ കാരണം എന്താണ്? ഈ ഇദ്ഗാം സംഭവിക്കാൻ്റെ കാരണം എന്താണ്? നമ്മൾ പറയാണ് ഇദ്ഗാം മുതമാസിലൈൻ, ഒരേപോലെയുള്ള ഹർഫുകൾ തമ്മിലാണ് ഇദ്ഗാം ചെയ്തതെന്ന് പറയാണ്. അപ്പോൾ അത് ഓക്കെ ആവും. അവിടെ അതിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരേപോലെയുള്ള ഹർഫുകൾ തമ്മിലാണ് ഇദ്ഗാം സംഭവിച്ചത്. ഓക്കെ, അടുത്തൊരു ഉദാഹരണം കൂടി ഉണ്ടോ നോക്കാം നമുക്ക്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്താന്നാണ് അവിടെ ഞാൻ നിർത്തുന്നുണ്ട്. യുദ്രി കാഫ് സുക്കൂന് പിന്നെ കാഫ്, അവിടെ എന്താണ്? ഇദ്ഗാം മുതമാസിലൈനാണ്. കാഫ് സാക്കിന മുദ്ഗമ ഫിൽ കാഫിൽ മദ്മൂമ ഇദ്ഗാം മുതമാസിലൈൻ. ഞാൻ ഒരു അതിൻ്റെ ഒരു ഇത് പിന്നെ തെഹജി നിങ്ങൾക്ക് തരുന്ന നോട്ടിൽ അയച്ചു തരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ നോട്ടും ഞാൻ തന്നിട്ടില്ല, രണ്ടും കൂടി ഞാൻ ഇന്നോ നാളെട്ടായിട്ട് അയച്ചു തരുന്നുണ്ട്. കുറച്ച് തിരക്കായി പോയത് കാരണമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാഫ് സാക്കിന മുദ്ഗമ ഫിൽ കാഫിൽ മദ്മൂമ ഇദ്ഗാം മുതമാസിലൈൻ, അത്രമാത്രം പറഞ്ഞാൽ. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. പിന്നെ ഇവിടെ സുക്കൂന്, അടുത്തത് സുക്കൂനുള്ള ഹാ വന്നു, പിന്നെ ഹർക്കത്തുള്ള ഹാ വന്നു. നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടത് സുക്കൂനുള്ള ഒരു ഹർഫ് ശേഷം സെയിം ഹർഫ് വരികയാണെങ്കിൽ സുക്കൂനുള്ള ഹർഫിന് പിന്നീട് വരുന്ന ഹർഫിന് എന്താണ്? ഹർക്കത്ത് ഉണ്ടാവണം കേട്ടോ. അത് ഫത്തഹ കസ്ര ദമ്മ ഏതെങ്കിലും ആണെങ്കിൽ
ഈ സുക്കൂനുള്ളതിനെ അടുത്തതിലേക്ക് എന്ത് ചെയ്യും, ഇദ്ഗാം ചെയ്യും എന്ന് മനസ്സിലാക്കാം. മുത്തമാസിലയിൽ ഒരേപോലെയുള്ള. ഇനി അടുത്തത് വരുമ്പോൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നോക്കൂ. അടുത്തത് ഇദ്ഗാം മുതജാനിസൈൻ. ജിൻസ്, ജിൻസ് ഒരേ ജിൻസ് എന്നും വരാം. ജിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഖ്റജ്, ഒരേ ഉത്ഭവ സ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത അക്ഷരങ്ങൾ തമ്മിലാണ് ഇദ്ഗാം എങ്കിൽ അതിനെ ഇദ്ഗാം അൽ മുതജാനിസൈൻ എന്ന് പറയുന്നു. ഒരേ മഖ്റജ് അല്ലേ? ഒരേ മഖ്റജ് എന്ന് പറഞ്ഞാൽ മഖ്റജ് നിങ്ങളൊക്കെ പഠിച്ചാണ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ മതിയാവും. പിന്നെ ഇതിൽ വലിയ പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഖുറാനിൽ ഓൾറെഡി അത് എന്ത് ചെയ്തിട്ടാണ് വരുന്നത്, അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ പാരായണം ചെയ്തോളൂ. പിന്നെ നമ്മളത് എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇതിൽ നിങ്ങൾക്ക് പാരായണം ചെയ്യുമ്പോൾ പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നും വരൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അൽ ഹാലാത്തു അൽ ഇദ്ഗാം മുതജാനിസൈൻ, അതിൻ്റെ പിന്നെ അതെങ്ങനെയാണ് എന്നൊന്ന് നോക്കാം നമുക്ക്. മുതജാനിസൈൻ എങ്ങനെ? അപ്പോൾ ദാൽ വ, നിങ്ങൾ നോക്കൂ. ദ പറയുമ്പോൾ എങ്ങനെ? ദ വ, ദ വ, രണ്ടും ഒരേ മഖ്റജ് അല്ലേ? നിങ്ങൾ നോക്കിയാൽ മതി, മനസ്സിലാവും. ദാൽ എന്ന് പറയുമ്പോൾ രണ്ട് പല്ലിൻ്റെ ഇടയിൽ നാവ് വരും അല്ലേ? ദ. അതേപോലെ തന്നെ വ വരും. വ വരുമ്പോൾ ഒന്ന് എന്താവും? ഹെവി ആവും. രണ്ടും ഒരേ ജിൻസാണ്, ഒരു മഖ്റജാണ്, ഒരു മഖ്റജ് എന്നാണ് വരുന്നത്. അപ്പോൾ ദാലിനെ വയിലേക്ക്, അതിൻ്റെ ഉദാഹരണമാണ് ഇത് വലംതും, ഇത് വലംതും. പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ദാലിനെ വയിലേക്ക് ഇദ്ഗാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പാരായണം ചെയ്യുന്ന സമയത്താണ് എങ്ങനെയാണ് നമ്മൾ തുഖറ ഉ എങ്ങനെ? ഈ വ, ഈ വ, ദാല് കേൾക്കുകയെ ചെയ്യില്ല. ഈ വലംതും, ഈ വലംതും, ഈ വലംതും എന്നാണ്. ഈ വ, ഈ ദാല് കേൾക്കൂല. ഓക്കെ, അടുത്തൊരു ഉദാഹരണം നോക്കാം. അടുത്തത് ദാല് ത, ദ ത, ദ ത. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ദാല് പറഞ്ഞു നോക്കൂ, താവ് പറഞ്ഞു നോക്കൂ. ദ ത, ദ ത ഒരേ സ്പോട്ട് എന്നാണ്. പക്ഷെ മർദ്ദത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ് അക്ഷരത്തിൻ്റെ എന്ത് മാറുന്നത്, ശബ്ദം മാറുന്നത്. ദാല് ത, ദാല് ത. ഓക്കെ, അപ്പോൾ അവിടെ ദാല് സുക്കൂന് പിന്നെ താവ് വന്നു. അപ്പോൾ ആ ദാലിനെ തായിലേക്ക് എന്ത് ഇദ്ഗാം ചെയ്യാം. അപ്പോൾ അത് പാരായണം ചെയ്യുന്നത് എങ്ങനെയാണ്? പാരായണം ഖദ് തബയ്യന, ഖദ് ഖദ് ത, ഖദ് തബയ്യന എന്നാണ്. പക്ഷെ അത് ഇദ്ഗാം ചെയ്യുന്നതോടുകൂടി പാരായണം ചെയ്യുന്നത് ഖദ് തബയ്യനാണ്. ദാല് കേൾക്കുക. ഖദ് തബയ്യന റുഷ്ദു, ഖത്ത ഖത്ത ഖത്ത. ദാലിനെ പൂർണ്ണമായിട്ട് തായിലേക്ക് ഇദ്ഗാം ചെയ്തു. ഇദ്ഗാം മുതജാനിസൈൻ എന്ന് പറഞ്ഞു. ദാൽ സാക്കിന മുദ്ഗമ ഫി താഇൽ മഫ്തൂഹ, ഇദ്ഗാം മുതജാനിസൈൻ. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ് അല്ലേ? പിന്നെ താഇന് ദാലിലേക്ക് രണ്ടും സെയിം തന്നെ. ഒന്ന് ദാല്, ഇപ്പോൾ ഈ ഇവിടെ വരുന്ന എന്താണ്? താ ആദ്യവും പിന്നെ ദാലും. നേരത്തെ ദാൽ ആദ്യം വന്നു, പിന്നെ താവ് വന്നു. ഇവിടെ അസ്കലത്ത് ദഅവ എന്നാണ്. പക്ഷെ പാരായണം ചെയ്യുന്ന സമയത്ത് താ കേൾക്കൂല. അസ്കലദ്ദഅവ, അസ്കലദ്ദ, താവ് എന്തായിട്ടുണ്ട്? ദാലിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിച്ചു. എന്നിട്ട് ദാലിൻ്റെ സ്വഭാവം എന്താണോ അതായിട്ട് മാറി. മുകളിൽ ദാലിനെ പൂർണ്ണമായിട്ട് വായിലേക്ക് പ്രവേശിപ്പിച്ചു. അങ്ങനെ ദാലിൻ്റെ സ്വഭാവം എന്തായിട്ട് മാറാണ്? അടുത്ത ഹർഫിൻ്റെ സ്വഭാവമായിട്ട് മാറാണ്. അതിനൊരു ശബ്ദവും കൊടുക്കും. ഓക്കെ, ഇനി നോക്കുക അവസാനത്തെ ഒന്ന് എന്താണെന്ന് നോക്കുക. താ തോ ത തോ ത തോ ത തോ. ഓക്കെ, ഫആമനത്ത് ത്വായിഫത്തുൻ എന്നാണ്. ഫആമനത്ത് ത്വായിഫത്തുൻ. അത് പാരായണം ചെയ്യുന്ന സമയത്ത് ഫആമന ത്വായിഫത്തുൻ എന്നായിട്ട് മാറും. ത സാക്കിന മുദ്ഗമ ഫി ത്വാഇൽ മഫ്തൂഹ, ഇദ്ഗാം മുതജാനിസൈൻ. പിന്നെ എന്തൊക്കെ ഉണ്ട് അതിൽ? മുഫഖമയാണ്, അലിഫ് മദ് മുത്തസിൽ പറയാനുണ്ട്, ഒക്കെ പറയണം. ത സാക്കിന മുദ്ഗമ ഫി ത്വാഇൽ മഫ്തൂഹ മുഫഖമ, പിന്നെ ഇദ്ഗാം മുതജാനിസൈൻ, അലിഫ് മദ് മുത്തസിൽ വാജിബ്, അർബ ഹംസ ഹർക്കാത്ത്, ഹംസ കെസ്ര ഇ. ഓക്കെ,
നോക്കുക, അടുത്ത ഉദാഹരണം എന്തുണ്ടോ നോക്കുക. ഉദാഹരണം തന്നെയാണ്. സ സ സ. അപ്പോൾ ഇവിടെ സാധാരണ പിന്നെ വഖഫ് ചെയ്യാനുള്ള ചിഹ്നമുണ്ട്. അപ്പോൾ യൽഹസ് എന്ന് നിർത്തും. നിർത്താണ്ട പാരായണം ചെയ്യുകയാണെങ്കിൽ സ പൂർണ്ണമായിട്ട് ദാലിലേക്ക് വരും. ഇവിടെ ശരിക്കും അതിൻ്റെ ആവശ്യം വരില്ല. നമ്മൾ അതിനെ യൽഹസ് എന്ന് വഖഫ് ചെയ്യും. ദാൽ ഒരു ഉദാഹരണത്തിന് കാണിച്ചതാണ് ച ഫി ദാൽ. ഓക്കെ, അടുത്തതൊന്ന് നോക്കാം നമുക്ക്. അടുത്തത് എന്താണ്? ഇർകബ് മാന, ഇർകബ് മാന എന്ന വഖാല ഇർകബൂ ഫീഹാ ബിസ്മില്ലാഹി മജ്രേഹാ വമുർസാഹ എന്ന് നമ്മൾ നേരത്തെ വായിച്ചല്ലോ. അതിൻ്റെ താഴെയായിട്ട് വരുന്നതാണ് ഈ ഒരു നൂഹ് നബി മകനോട് പറഞ്ഞു, മോനെ വണ്ടിയിൽ കയറി കപ്പലിൽ കയറാൻ പറഞ്ഞു. വഖാല ഇർകബൂ ഫീഹാ, അത് ഇതിലാണ്, ഇതിൻ്റെ ആയത്തും കൊണ്ട് കിട്ടുന്നില്ല. ഇർകം മഅന എന്നാണ്, മോനിക്ക് നമ്മളെ കൂടെ കയറിക്കോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ബാ സുക്കൂന് ശേഷം മീമു വന്നു. ഇവിടെ പിന്നെ താഹിറത്താത്ത് ചോദിച്ച നിയമം ബാധകമാണ്. എന്തുകൊണ്ടായിരിക്കും അത് ബാധകമാകുന്നതെന്ന് താഹിറത്താത്തൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ സുക്കൂനുള്ള ബാഇനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യുന്ന സമയത്ത്, മീമിലേക്ക് ഇദ്ഗാം ചെയ്യുന്ന സമയത്ത് മീമിന് ഷദ് നൽകപ്പെടുകയാണ് ഇദ്ഗാം ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ മീമിന് എന്ത് വരുന്നുണ്ട്? ഉന്ന ചെയ്യണം അല്ലേ? ഇർകം മഅന, ഇർകം മഅന, ബ സാകിന മുദ്ഗമ ഫിൽ മീമിൽ മഫ്തൂഹ ബിഗുന്ന ഹർകതൈൻ ഇദ്ഗാം മുതജാനിസൈൻ എന്ന് ഇവിടെ പറയണം. നമ്മൾ അത് സുക്കൂന് ഷദ്ദ ഫത്ഹ പഠിക്കുമ്പോൾ പഠിച്ചൊരു കാര്യമാണ്. മീമിനും നൂനിനും ഷദ്ദ വന്നു കഴിഞ്ഞാൽ അവിടെ ഇദ്ഗാം ഉറപ്പാണല്ലോ. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബാ മീമിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും അങ്ങനെ മാറ്റണം. അവിടെ സ ദാല് മാറ്റിയിട്ടില്ല കേട്ടോ. ബ മ അതിനോട് ടൈപ്പ് ചെയ്യലിൽ വിട്ടുപോയതാണ്. അവിടെ എന്താണ്? ബ ഫി മീമ് നാക്കേണ്ടിയിരുന്നു, അതിനോട് മറന്നു പോയിട്ടുണ്ട്. ടൈപ്പിംഗ് ചില സമയത്ത് മറന്നു പോകുന്നതാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ഒരേ മഖ്റജല്ലേ എന്ന്. അത് ബ ബ ബ ബ ബ മ ബ മ രണ്ടും എന്താണ്? ചുണ്ടിൻ്റെ അക്ഷരമാണ് അല്ലേ? നമുക്കൊക്കെ അറിയാം. നോക്കൂ, ത ദാല് ത ദ ത സ ദ വ ബ ബ മ ബ മ കണ്ടില്ലേ? ഇതാണ് ഹർഫുകൾ മുതജാനിസൈൻ. ഇവിടെ നോക്കൂ, വഖാലത്ത് ത്വായിഫത്തു എന്നാണ്. വഖാലത്ത് ത്വായിഫത്തും മിൻ അഹ്ലിൽ കിതാബി ആമിനൂ ബില്ലദീ ഉൻസില അലല്ലദീൻ. അവിടെ വഖാലത്ത് ത്വായിഫത്തുൻ ത സാകിന മുദ്ഗമ ഫി ത്വാഇൽ മഫ്തൂഹ മുഫഖമ ഇദ്ഗാം മുതജാനിസൈൻ അലിഫ് മദ് മുത്തസിൽ വാജിബ് 5 ഹർകാത്ത് ഹംസ കസ്ര ഇ. പിന്നെ അങ്ങനെ പറയാൻ നല്ലത്. ഓക്കെ, ഇവിടെ നോക്കൂ, ദാല് തായിലേക്കാണ്. وَيَا قَوْمِ مَنْ يَنْصُرُنِي مِنَ اللَّهِ إِنْ طَرَدتُّهُمْ أَفَلَا تَذَكَّرُونَ. അവിടെയും അങ്ങനത്താണ്. ഫത്ഹ മുഫഖമ ത, അറ ഫത്ഹ മുഫഖമ റ തറ, ദാൽ സാക്കിന മുദ്ഗമ ഫിത്താഇൽ മദ്മൂമ ഇദ്ഗാം മുതജാനിസൈൻ. നമുക്ക് മനസ്സിലാവണം ഇത് ഒരേ ജിൻസാണ്. മറ്റേത് ഫസ്റ്റത്തെ നമുക്ക് കുഴപ്പമില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ഗാം മുത്തമാസിലൈൻ എന്ന് പറഞ്ഞാൽ സെയിം ഹർഫുകൾ തമ്മിലായിരിക്കും. ഇവിടെ മാറിയിട്ടുണ്ട്. ഇവിടെ എന്താണ്? ഒരേ മഖ്റജിൽ നിന്നും വരുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ അബദ് തും എന്നാണ്. അബദ് തും, അത് അബത്തും എന്നായി. അബത്തും. വലാ അന ആബിദും മാ അബത്തും. ഓക്കെ, ഇനി നോക്കൂ, അടുത്തത് ഇദ്ഗാം മുതഖാരിബൈൻ ആണ്. അടുത്തടുത്ത ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്ന്
ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ തമ്മിലാണ് ഇദ്ഗാം എങ്കിൽ അതിനെ എന്താണ് ഇദ്ഗാം മുത്തഖാരിബൈൻ എന്ന്. അടുത്തടുത്ത ഉത്ഭവസ്ഥാനങ്ങളിൽ. അത് ഉദാഹരണം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് അടുത്തടുത്ത പിന്നെ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് എന്ന്. ഖാഫ് കാഫ് അല്ലേ, ഖ ക അടുത്തടുത്തുള്ളതാണ്. അലം നഖ്ലുഖും മീമ്, ഈ മീമിൻ്റെത് മുത്തമാസിലൈനാണ് വരുന്നത്. മീം സാക്കിന മുദ്ഗമ ഫിൽ മീമിൽ മക്സൂറ ബിഉന്നഹ ഹർക്കതൈൻ ഇദ്ഗാം മുത്തമാസിലൈനും അവിടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഖാഫ് സാക്കിന മുദ്ഗമ ഫിൽ കാഫിൽ മദ്മൂമ ഇദ്ഗാം മുത്തഖാരിബൈൻ ഒരേ എന്താണ് അടുത്തടുത്ത ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ തമ്മിലാണ് ഇദ്ഗാം സംഭവിക്കുന്നെങ്കിൽ ആ ഇദ്ഗാമിന് ഇദ്ഗാം മുത്തഖാരിബൈൻ എന്ന് പറയും. നോക്കാം അടുത്തത്. നൂന് ലാം, നു ന ല ന ല, നൂൻ ലാം നൂൻ ലാം. ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ അതിന്. قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين. മില്ല നൂനിനെ പൂർണ്ണമായി ലാമിലേക്ക്. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നൂൻ സാക്കിന മുദ്ഗമ ഫിലാമിൽ മഫ്തൂഹ ബിഗൈരി ഉന്ന ഇദ്ഗാം കാമിൽ എന്ന് പറയാ, ഇദ്ഗാം മുത്തഖാരിബൈൻ ആണെന്ന് പറയാ, ഒക്കെ പറയാം. സംശയമൊന്നും ഇല്ലല്ലോ. ഓക്കെ, അടുത്തത് നോക്കാം. നൂനും റാവും ഇതും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മിർ റബ്ബിഹിം എന്നുള്ളത് നൂനു സാക്കിന മുദ്ഗമ ഫിറാഇൽ മഫ്തൂഹ ബിഗൈരി ഉന്ന. പിന്നെ ഇദ്ഗാം കാമിലാണ്, ഇദ്ഗാം മുത്തഖാരിബൈൻ ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള വർക്ക് തരും. ഇതിലാണ് വർക്ക് വരുന്നത്. ഈ ആയത്തുനിന്നാണ് വർക്ക് തരുന്നത്. ഈ ആയത്തുനിന്ന് വർക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ ഈ ആയത്തിൽ ഏകദേശം എല്ലാ നിയമങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. എല്ലാ ഹർഫുകളും കാര്യങ്ങളും മുഴുവൻ വരുന്നൊരു ആയത്താണ് ഇത്. ഒരു പിന്നെ വർക്ക് ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ പറയാണ്. സിമ്പിളാണ്. ഇത് നിങ്ങൾ തെറ്റ് കൂടാണ്ട് പാരായണം ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. മണിക്കൻ്റോട് മണിച്ചും നമ്മൾ പഠിച്ച നിയമങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അത് എന്താണ് തെറ്റാണ്ട് മഖ്റജുകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഗ്രൂപ്പിൽ പാരായണം ചെയ്ത് അയക്കുക. ഈ സൂറത്ത് ഏതാണ് നോക്കിക്കോളൂ. സൂറത്ത് ഫത്ഹിലെ 29ാമത്തെ ആയത്ത്, അവസാന ആയത്ത് സൂറത്ത് ഫത്ഹിലെ. ഓക്കെ, നേരത്തെ പാരായണം ചെയ്യാത്ത, അതായത് ഫസ്റ്റ് തന്നെ പാരായണം ചെയ്യാത്ത ഒരാൾക്ക് അവസരം തരാം. ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കും. ഓക്കെ. മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستوى على سوقه يعجب السراء ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. ഓക്കെ, അൽഹംദുലില്ലാഹ്. സലാംക്ക ഉഷാറായിട്ട് പാരായണം ചെയ്തു. 1-2 സ്ഥലങ്ങളിൽ പിന്നെ ഒരു തിരക്കൊണ്ടോ അല്ലെങ്കിൽ കാണാത്തത് കൊണ്ടൊക്കെ ആയിട്ടായിരിക്കും വിട്ടുപോയതാണ്.
ഒരു കാര്യം ചെയ്താൽ മതി. പാരായണത്തിൽ നല്ല മാറ്റമുണ്ട് അൽഹംദുലില്ലാ. നിങ്ങൾ തുടക്കത്തിൽ വന്ന പാരായണം പോലെയല്ല, പാരായണം തന്നെ ഒരു ഒരു പ്രൊഫഷണൽ പാരായണക്കാരൻ്റെ ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾ പള്ളിയിലൊക്കെ ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതേപോലെ നിങ്ങൾ അടുത്തുള്ള മദ്രസകളിലൊക്കെ പഠിപ്പിക്കാൻ കയറാനൊക്കെ ശ്രമിക്കുക. നല്ല രസമായിട്ടുണ്ട്. പണ്ട് നിങ്ങൾ തുടക്കത്തിൽ പാരായണം ചെയ്ത് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞിരുന്നു ആദ്യം പാരായണം ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ. ഇപ്പോഴും തമ്മിലുള്ള മാറ്റം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. നോക്കിയാൽ മനസ്സിലാവും. ഏതായാലും ഗംഭീരമായിട്ടുണ്ട് പാരായണം ചെയ്തത്. കുറച്ച് അവിടെയും ഇവിടെയൊക്കെ വിട്ടുപോയത്, അതൊന്ന് എന്താ പറയുക, തുടക്കത്തിൽ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വന്നു, ഒന്ന് ചെയ്യാൻ മറന്നുപോയി, അങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങളേ ഉള്ളൂ. ഏതായാലും അൽഹംദുലില്ലാ സന്തോഷം. അപ്പോൾ ഒന്ന് നിങ്ങൾ ഗ്രൂപ്പിൽ ഇത് പാരായണം ചെയ്തയക്കുക, തെറ്റ് കൂടാണ്ട് കൃത്യമായിട്ട്, പിന്നെ റെക്കോർഡ് ചെയ്യാണ്ട് ലൈവായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ലൈവായിട്ട് പാരായണം ചെയ്യുമ്പോഴേ എന്താ പറയുക, തെറ്റ് പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ കഴിയുള്ളൂ. മറ്റേ നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ തെറ്റ് വന്നാൽ നമ്മൾ ക്യാൻസൽ ചെയ്ത് വീണ്ടും അങ്ങനെ ആക്കല്ലോ. തെറ്റണം, അപ്പോഴേ നമുക്കത് മാറ്റം വരുത്താൻ കഴിയുള്ളൂ. ഇത് കുറച്ച് നേരത്തെ രീതിയിൽ കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് ഇങ്ങനെ നാവിന് ശരിക്കും ഇങ്ങനെ വയറ്റിയെടുക്കുന്ന ഒരു സംഭവമാണ്. നല്ലൊരു ഒരു രസമുള്ള ഒരു ഇതുമാണ്. ഇതിവിടെ فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. ആ ഭാഗമൊക്കെ നല്ല രസമാണ് കേൾക്കാൻ. പാരായണം ഈ ഒരു ആയത്ത് തന്നെ കേൾക്കാൻ ഭയങ്കര രസമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആയത്താണ്. അപ്പോൾ നിങ്ങളെ ഓത്തൊക്കെ എനിക്ക് കേൾക്കണം, എല്ലാവരെയും ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരും ഗ്രൂപ്പിൽ ലൈവായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഓതി പഠിച്ചോളൂ. നോക്കിയിട്ട് സൂറത്ത് ഫത്ഹിലെ 29ാമത്തെ ആയത്ത്, ഫത്ഹിലെ അവസാനത്തെ ആയത്താണ്. അത് നിങ്ങൾ നോക്കി പഠിച്ചിട്ട് ഗ്രൂപ്പിലെല്ലാവരും പാരായണം ചെയ്തയക്കണം, ആരും വിട്ടുപോകാൻ പാടില്ല. ഇതിൽ വേറെ എന്തെങ്കിലും വർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നുള്ളതും കൂടി ഞാൻ നോക്കാം. ഇതിൻ്റെ പിന്നെ PDF ഞാൻ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതിൻ്റെ കൂടെ തർക്കീഖു റാഇനെ കുറിച്ച് പഠിച്ചു. കഴിഞ്ഞ ആഴ്ച 17, 18, 19 ആയത്തുകളിൽ വരുന്ന തൻവീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വഖഫ് ചെയ്യുന്നതും ഇദ്ഗാമ് ഇൽഹാറൊക്കെ സംഭവിക്കുമ്പം ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ച അതേ സംഭവം തന്നെയാണ്. അതായത് മുമ്പേ നമ്മൾ പഠിച്ച അതേ വിഷയം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ശ്രദ്ധ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പോൾ എളുപ്പമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ചോദിക്കാം, എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. 1-2 ക്ലാസ്സുകൾ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരീക്ഷ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ ഒരു മൊത്തം ഒരു റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. മൊത്തം ഞാൻ റിവിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ മെൻറ്റേഴ്സ് നിങ്ങളെ സഹായിക്കും, നിങ്ങളെ ലീഡേഴ്സ്, നിങ്ങളുടെ അവർ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് അതിൽ ചെയ്യാം. നമുക്ക് ഏതോ ഒരു ദിവസം പരീക്ഷ ക്വസ്റ്റ്യൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കഷൻ നടത്താൻ ഒരു ക്ലാസ് വെക്കണം. അതേപോലെ അവസാനമായിട്ട് ഉസ്താദിന് ഒരു ദിവസം കിട്ടുന്ന ഒരു ദിവസം ഉസ്താദിൻ്റെ ഒരു ക്ലാസ്സും ഉണ്ടാവും. അത്രയൊക്കെയാണ് ഉള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് നല്ല പഠിക്കുക. പരീക്ഷ 1, 2, 3 ആഴ്ചകൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. പരീക്ഷൻ്റെ മോഡൽ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഓക്കെ, ഇന്നെടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ചോളൂ. ഇത് ഓതിട്ടാ മാത്രം മതിയോ? അതിലെന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ, വർക്ക്, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് എന്താണ്, പിന്നെ പാരായണം ചെയ്തയക്കുക തെറ്റാതെ. ലൈവ് ആയിരിക്കണം, റെക്കോർഡഡ് ഓഡിയോ. ഞാൻ നിർദ്ദേശം ആദ്യം കൊടുക്കും, ഇത് ചെയ്യരുതെന്ന്, നോക്കരുതെന്ന്, റെക്കോർഡ് ചെയ്യുന്നത് നോക്കരുതെന്ന് പറയും. ലൈവായിട്ട് അയക്കുന്ന അത് മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു, കാരണം ആരും സംശയമൊന്നും ചോദിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ ഇരുത്തത്തെ പഠനത്തൊക്കെ സ്വാലിയായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി കൊടുക്കുമാറാവട്ടെ. അതേപോലെ താഹിറ താത്തൻ്റെ മോളുടെ കല്യാണം ഉണ്ട് 19-ാം തീയതി, മെയ് 19-ാം തീയതിയാണ്. അതിൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ നമ്മൾ ഗ്രൂപ്പിലിടും. പോകാം, കൊല്ലത്താണ്. അപ്പോൾ അവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ കല്യാണത്തിൽ പങ്കെടുക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഞാൻ UAE-ലാണുള്ളത്. നമുക്കറിയാം ഇവിടെ നല്ല മഴയാണ്. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആളുകൾക്ക് ഇതാക്കുന്നുണ്ട്. ഇന്നും നല്ല മഴയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തായതുകൊണ്ട് അറിയില്ല എന്താണ് പുറത്തത്തെ അവസ്ഥ എന്നുള്ളത്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രയാസങ്ങളിൽ നിന്നൊക്കെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാട്ടിലാണെങ്കിൽ നല്ല ചൂടുകൊണ്ട് ആൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥയാണ്. അള്ളാഹു അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നും. ഇതിൽ നമ്മളെ ക്ലാസ്സിലുള്ള താഹിറ താത്തൻ്റെ താത്താണെന്ന് തോന്നുന്നു, മെഹറുനിസ താത്തൻ്റെ മോള് രോഗം പ്രയാസമൊക്കെ ആയിട്ട് കിടപ്പിലാണ്. അതേപോലെ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അള്ളാഹു എളുപ്പത്തിൽ ശിഫ നൽകട്ടെ. അതേപോലെ നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞു പോയ നമുക്ക് വേണ്ടപ്പെട്ടവർ, അവർ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവർ നമ്മയൊക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നൗഷാദ് ഉസ്താദിൻ്റെ അമ്മാവൻ മരിച്ച വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുക. മുമ്പ് സർജറി കാലും കൈയൊക്കെ മുറിച്ചിട്ട് അന്നെ ആളെ ഇത് ഗ്രൂപ്പിലിട്ടിരുന്നല്ലോ, അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്കും അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. കുടുംബത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار إن شاء الله. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.